നമസ്തേ ഓൾ. ഇല്ലായ്മയാണോ നിങ്ങളുടെ മനസ്സിലെ പ്രഥമ ചിന്ത? നിങ്ങൾക്ക് എന്ത് ഇല്ല എന്നതിനെ കുറിച്ചാണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? എങ്കിൽ അതിന്റെ ഫലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഇല്ലാത്ത കാര്യങ്ങൾ തന്നെ കൂടുതൽ കൂടുതൽ വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ലോ ഓഫ് അട്രാക്ഷൻ നിയമപ്രകാരം നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നമ്മൾ എന്താണോ നേടാൻ ആഗ്രഹിക്കുന്നത്, ആ കാര്യത്തിനെ കുറിച്ചായിരിക്കണം നമ്മുടെ കൂടുതൽ ചിന്ത. പക്ഷേ നമ്മൾ ഇരിക്കുന്ന ഈ ഒരു പ്രസന്റ് മൊമെന്റിൽ, ഈ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ നമുക്കതില്ല, നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങൾ നമുക്ക് ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ഇല്ലല്ലോ എന്ന് ഓർത്തായിരിക്കും നമ്മുടെ കൂടുതൽ സമയം നമ്മൾ ചെലവഴിക്കുന്നത്, അല്ലെ? എപ്പോഴെപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്ന തോട്ട്സും അത് തന്നെയായിരിക്കും. അപ്പൊ നമ്മളുടെ ആവശ്യം എന്താണ്? നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നമ്മളിലേക്ക് നേടിയെടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ആഗ്രഹമെങ്കിൽ, നമ്മുടെ ആവശ്യമെങ്കിൽ ആ കാര്യത്തിനെ കുറിച്ചുള്ള ചിന്തകളായിരിക്കണം നമുക്ക് വേണ്ടത്. അതിനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളെ ക്ലീൻ ചെയ്യുക, ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, റിപ്പീറ്റ് ചെയ്ത് നമുക്ക് എന്താണോ വേണ്ടത് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ തോട്ട്സ് ആൻഡ് ഇമോഷൻസ് ഹൈലി കണക്റ്റഡ് ടു ദ ഫ്രീക്വൻസി വൈബ്രേഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ തോട്ട്സിൻ്റെയും ഇമോഷനിലൂടെയും വരുന്ന നമ്മുടെ വൈബ്രേഷൻ ആണ് നമ്മൾക്ക് ജീവിതത്തിൽ എന്ത് നേടിത്തരണം എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ. ക്ലിയർ? യൂണിവേഴ്സലായിട്ടൊരു കണക്ഷൻ നമുക്ക് വരണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചിന്തകളെയും നമ്മുടെ ഇമോഷൻസിനെയും വളരെ പോസിറ്റീവാക്കി വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷം തരുന്ന മൊമെന്റ്സിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. ആ ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ഇമോഷൻസ് ഉണ്ട്, അല്ലെ? ആ ഇമോഷൻസിനെ മാത്രം എന്ത് ചെയ്യണം? നമ്മൾ ഫീൽ ചെയ്തുകൊണ്ടിരിക്കണം. ആ ഫീലിങ്സ്, അവിടെ നിന്ന് വരുന്ന എനർജി ആയിരിക്കും അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മളുടെ യൂണിവേഴ്സലിലൂടെ കണക്ഷൻ നടക്കുകയും നമുക്കത് റിസൾട്ട് ആയിട്ട് നമ്മുടെ ലൈഫിലേക്ക് വരികയും ചെയ്യുന്നത്. അല്ലാതെ എന്ത് ഇല്ല എന്നതിനെ കുറിച്ച് നിങ്ങളെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ട്, ക്ലിയർ ആയിട്ടുള്ള, നിങ്ങൾക്ക് ക്ലിയർ ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കണം. ആ ക്ലിയർ ആയിട്ടുള്ള കാര്യത്തിൽ നിങ്ങൾ വ്യക്തമായിട്ട് എഴുതുക. ഓക്കെ, എനിക്ക് ഇപ്പോൾ നിങ്ങൾക്കൊരു വീടാണ് ആഗ്രഹം വെച്ചാൽ നിങ്ങൾക്ക് ആ വീട് വേണമെന്ന രീതിയിൽ കൃത്യമായിട്ട് നിങ്ങൾ എഴുതണം. എത്ര സ്ക്വയർ ഫീറ്റ് വീടാണ് വേണ്ടത്, ഏത് ടൈപ്പ് ഓഫ് വീടാണ് വേണ്ടത്, എത്ര സെന്റിലാണ് നിങ്ങൾ ആ വീട് വെക്കാൻ പോകുന്നത്, ഏത് മാസമാണ് നിങ്ങൾ വെക്കാൻ പോകുന്നത്. ഇപ്പോൾ ഓരോരുത്തർക്ക് ഉണ്ടാവില്ല എൻ്റെ പിറന്നാൾ മാസം അല്ലെങ്കിൽ ന്യൂ ഇയറിൻ്റെ അന്ന്, അങ്ങനെ അതുപോലെ നിങ്ങൾ അങ്ങനെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ അവിടെ എഴുതി വെക്കണം. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പിക്ചർ, ചില കാര്യങ്ങൾക്ക് പിക്ചർ ഉണ്ടാവില്ല, അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ക്ലിയർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങളവിടെ കൊടുക്കാണ് വേണ്ടത്. ഈ സ്റ്റേറ്റ്മെന്റ് ഓരോ തവണ വായിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന ഫീലിങ്സ് ഹാപ്പിനെസ് ആയിരിക്കണം. ഓക്കെ, പ്രൗഡായിരിക്കണം. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലൊരു വീട് നിങ്ങൾ വെച്ചു എന്ന രീതിയിലുള്ള സന്തോഷമായിരിക്കണം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ടത്. ആ ഫീലിങ്സ് ആയിരിക്കണം നമുക്ക് എപ്പോഴും ത്രൂ ഔട്ട് ദ ഡേ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കേണ്ടതും. ആ ഒരു എനർജി ആയിരിക്കണം നമ്മൾ പുറത്തേക്ക് വരേണ്ടതും. ഓക്കെ, സോ അതിന് ഓൾറെഡി ഇവിടെ എല്ലാം ഉണ്ട്, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് നമ്മളുടെ ചിന്തകൾ, നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ ഇമോഷൻസ് ഇതിനായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നതാണ് ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരമുള്ള നമ്മുടെ കാര്യങ്ങൾ. അപ്പം നെഗറ്റീവായി ചിന്തിക്കാതെ ഇരിക്കുക. നമുക്ക് എന്തില്ല എന്നതിനെ കുറിച്ചിട്ടുള്ള ചിന്തകൾ അവിടെ ഒഴിവാക്കുക. എന്തൊക്കെയുണ്ട്? കൗണ്ട് ഡൗൺ യുവർ ബ്ലെസ്സിങ്സ്. നിങ്ങൾക്ക് ഇപ്പം എന്തൊക്കെയുണ്ട്? നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്, കേൾക്കാൻ കഴിയുന്നുണ്ട്, സ്പർശനം നിങ്ങൾ അറിയുന്നുണ്ട്, അല്ലെ? ഫീലിങ്സ് ഉണ്ട്. 3 നേരം ഭക്ഷണം കഴിക്കാണ്ട്, കയറി കിടക്കാൻ ഒരു വീടുണ്ട്, വരുമാനമുണ്ട്, ചെറിയ രീതിയിലാണെങ്കിലും നമുക്കൊരു വരുമാനമുണ്ട്, നമുക്ക് ജോലിക്ക് പോകാൻ സാധിക്കുന്നുണ്ട്, അല്ലെ? ഇന്ന് രാവിലെ നിങ്ങൾ ഉണർന്നു, ഈ ഒരു ദിവസം നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. സോ നമ്മളെല്ലാവരും എക്സ്പെക്ടേഷൻ നാളെ നമ്മൾ ജീവിച്ചിരിക്കും, അല്ലെങ്കിൽ ഇത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കും നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഓരോ ദിവസം നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ മാത്രമാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പം നമ്മളെല്ലാം റിയാലിറ്റിയിലേക്ക് വരാം. ലിവ് ഇൻ പ്രസന്റ് മൊമെന്റ്. നിങ്ങൾക്ക് എന്ത് വേണോ അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കാം, മറ്റുള്ള എല്ലാത്തിനെയും വിടാം. എന്തൊക്കെയാണോ നിങ്ങൾക്ക് ഇല്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ ഒരു പ്രശ്നമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, റിപ്പീറ്റ് ചെയ്ത് അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. സോ ഡെഫിനറ്റ്ലി നിങ്ങളുടെ തോട്ട്സ് ആൻഡ് ഇമോഷൻസിനെ ഫീലിംഗ് ഹാപ്പി ആക്കി വെക്കുക എപ്പോഴും. സോ യു വിൽ ഗെറ്റ് ഓൾ തിങ്സ്. താങ്ക് യു സോ മച്ച്.